ഋഷി, നീ ഈ നാട്ടിൽ നിന്ന് തന്നെ പോണം. നാട്ടിൽ നിന്ന് വെച്ചാ ഈ രാജ്യം തന്നെ വിടണം. ദുബായിക്ക് പോണം. അവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്താ മേഡം പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം? സിപിക്ക് അറിയില്ലേ, നന്ദന്റെ ഡയറി കുറിപ്പിലെ സൂചനകളെ കുറിച്ച് ദേവിക സിപിയോട് നേരിട്ട് പറഞ്ഞതല്ലേ? നന്ദൻ ഋഷിയെ അപായപ്പെടുത്തുന്നുള്ള കാര്യം ഉറപ്പാ. അത് നമ്മളെ വിരട്ടാൻ വേണ്ടി ദേവികയുടെ നമ്പറാണെന്ന് അമ്മ തന്നെയല്ലേ പറഞ്ഞത്? അതെ, അതുകൊണ്ടാണ് കൂടുതൽ പേടി. എന്തൊരു നാടകം അവള് മനസ്സിൽ കാണുന്നുണ്ട്. അതില് നീ കുരുങ്ങും. ഇനി സത്യമായിട്ട് പറഞ്ഞതാണെങ്കിൽ അപ്പോഴും പേടിക്കണം. എന്തായാലും ഋഷി, ഇനി നീ ഇവിടെ നിൽക്കണ്ട. അമ്മേ, വെറുതെ ആവശ്യമില്ലാത്ത കാര്യം ചിന്തിക്കരുത്. നിന്നോട് അഭിപ്രായമൊന്നും ചോദിച്ചില്ല. എന്റെ തീരുമാനോ ഇത്. നടന്നേ പറ്റൂ. സിപിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അല്ല, മാഡം പറഞ്ഞത് ശരിയാ. എത്രയും പെട്ടെന്ന് തന്നെ ഋഷിമോൻ ഇവിടെ നിന്ന് മാറുന്നതാണ് നല്ലത്. അപ്പൊ ഇനി ആലോചനകളൊന്നുമില്ല. സിപി, ഫ്ലൈറ്റ് ടിക്കറ്റ്, വിസ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റെഡി ആയിക്കോളൂ. നാളെ തന്നെ ടിക്കറ്റ് എടുത്തേക്ക്. ഇനി വൈകണ്ട. ശരി മാഡം. ടിക്കറ്റ് എടുത്തോളൂ അങ്കിൾ. ദുബായ് മാത്രമാക്കണ്ട, UK, USA, അങ്ങനെ ഒരു ലോങ് ജേർണി ആയിക്കോട്ടെ. ആ, അതെന്ത് വേണമെങ്കിലും അയക്കോ. അതിനുള്ള ഏർപ്പാട് എന്താന്ന് വെച്ച് ചെയ്തു സിപി. അത് മതിയമ്മേ. അങ്കിളിന് നല്ല പ്രായമായില്ലേ? ഈ വയസ്സാങ്കാലത്ത് ലോകം മുഴുവൻ ചുറ്റിയടിച്ച് വരട്ടെ. എന്താടാ? ടിക്കറ്റ് എടുക്കുന്ന ആള് തന്നെ പോകട്ടെ എന്ന്. ഞാൻ ഇവിടം വിട്ട് ഒരിടത്തേക്കും ഇല്ല. തുടങ്ങി വെച്ച കാര്യങ്ങൾ അവസാനിപ്പിച്ചിട്ടേ ഇനി എങ്ങോട്ടുള്ളൂ. എന്താടാ? അപ്പോ എന്റെ വാക്കുകൾ നീ അനുസരിക്കില്ലല്ലേ? ഇല്ല. മാഡം, ഒരുമിച്ച് നിൽക്കേണ്ട സന്ദർഭത്തിൽ ഇങ്ങനെ ആയാലോ? വേണ്ട മാഡം, ഋഷിയെ വിട്. നമുക്ക് ഋഷിയെ പറഞ്ഞ് മനസ്സിലായിപ്പിക്കാമല്ലോ. ഈ കാര്യത്തിൽ ആര് പറഞ്ഞാലും എന്റെ തലയ്ക്കകത്ത് കയറില്ല. രാജ്യം വിട്ടു പോകാനല്ല, ഈ ടൗണിൽ നിന്ന് ഋഷി പോണെങ്കിൽ ഞാൻ പ്ലാൻ ചെയ്തതെല്ലാം നടക്കണം. സിപി, എങ്ങനെയെങ്കിലും ആ നന്ദനെ അറിയിക്കേ, നമ്മൾ എല്ലാരും ഇവിടെ ഉണ്ടെന്ന്. വന്ന് കൊന്നിട്ട് പോട്ടെ അവൻ. പിന്നെ ഒന്നും കാണണ്ടല്ലോ. അമ്മ ചുമ്മാ സെന്റി അടിച്ച് കാര്യം നടത്താൻ നോക്കണ്ട. അമ്മ പേടിക്കേണ്ട ഒരു കാര്യമില്ല. സത്യം പറഞ്ഞ ചന്ദ്രത്തുകാരാ വരണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു വെപ്രാളവാ CP അങ്കിളിനെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കുന്നത്. ഋഷി, ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം. എന്നെ നീ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ ജീവിച്ചിരിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ പറയുന്നത് നീ അനുസരിച്ചേ പറ്റൂ. അമ്മേ, നീ ദുബായിക്ക് പോണം. കൂടുതലൊന്നും എനിക്ക് കേൾക്കണ്ട. ഞാൻ പറയുന്നത് നീ അങ്ങ് കേട്ടാ മതി. മോനെ, അമ്മയെ ഇങ്ങനെ വിഷമിപ്പിക്കരുത്. അങ്കിളൊന്ന് പോകുന്നുണ്ടോ? ഞാൻ ഈ നാട്ടിൽ നിന്ന് പോകില്ല.